ഹലോ. ഹലോ. എന്താടോ ചക്കരെ? ഒന്നുമില്ല, നമ്മളിപ്പോ ഒന്നും വേണ്ടാലോ ആർക്കും. ആർക്കും വേണ്ടെങ്കിൽ ഈ എങ്ങോട്ടെങ്കിലും പൊക്കൂടെ? അങ്ങനെ വെച്ചാൽ എങ്ങോട്ടെങ്കിലും ഞാൻ പോകും. പിന്നെ എന്തിനാടോ അവിടെ തന്നെ ഇങ്ങനെ കടിച്ചു തൂങ്ങി നിക്കണ? പൊക്കൂടെ? പോ, ഒരു കുഴപ്പമില്ല. അപ്പൊ ഞാൻ പോവാൻ വേണ്ടിട്ടായിരുന്നില്ല ഇങ്ങോട്ട്. ആയിക്കോട്ടെ. അനക്ക് എന്താണ് ഇത്ര പരിഭവം? എനിക്ക് പരിഭവമൊന്നുമില്ല, നമ്മളെ ഇവിടെ കൊണ്ടുപോകാൻ ആരുമില്ല. പരിഭവം പരാതിയൊക്കെ ആണല്ലോ. എന്നാ തീരെതൊക്കെ? നിങ്ങളെല്ലായിടത്തും കൊണ്ടായിരത്തൊക്കെ പെട്ടെന്ന് തീരും. എന്നാലേ തീർത്തോളൂ. എന്നാലേ തീരത്തുള്ളൂ. സ്വന്തമായിട്ട് എന്തെങ്കിലുമൊക്കെ നോക്കൂടെ? ഞാനെന്ത് നോക്കാനാ? എങ്ങോട്ടെങ്കിലുമൊക്കെ നോക്കിയിരുന്നൂടെ? ഓ അങ്ങനെ. എപ്പോൾ വിളിച്ചാലും ഇതൊക്കെ തന്നെയാണല്ലോ സ്ഥിരം പല്ലവി. അങ്ങനെച്ചാലേ ആ, നിങ്ങൾ വേറെ എന്തെങ്കിലും ചെയ്യും, അപ്പൊ ഞാൻ അതിന്മ പിടിച്ചു കയറാം. ഞാനെന്താ ഇനി പറയണ്ടേ? ഇടയ്ക്കൊക്കെ വിളിക്കുമ്പോൾ ഇങ്ങനെ പരിഭവം പറഞ്ഞിരിക്കും. അത് തന്നെ എൻ്റെ സ്വഭാവം. ഞാൻ ആ സ്വഭാവം എങ്ങനെ മാറ്റാനാ? ഇതൊക്കെ നിങ്ങൾ കൊണ്ടുപോയി കഴിഞ്ഞാൽ ഒരു പരിഭവം ഉണ്ടാവില്ല, സന്തോഷം മാത്രമേ ഉണ്ടാകത്തുള്ളൂ. എനിക്കും കൂടി സന്തോഷം വരണ്ടേ? എനക്ക് മാത്രം വന്നാൽ മതിയോ? ഓരോരുത്തർ പോണ കാണുമ്പോ കൊതിയാവാ. കൊതിയാവണ്ട. എന്തിനാടോ കിട്ടാത്ത മാമ്പഴത്തിന് വേണ്ടിയിട്ട് വെറുതെ ആശിക്കുന്നത്? അപ്പൊ എന്നാലും തരാൻ ഉദ്ദേശമില്ല മാമ്പഴം. തരാൻ ഉദ്ദേശമില്ല എന്നൊന്നുമില്ല, അതൊക്കെ തരും സമയമാകുമ്പോൾ. എനിക്ക് സമയമുണ്ടല്ലോ. ആയിക്കോട്ടെ. നമ്മൾ തുടങ്ങിയതല്ലേ ഉള്ളൂ. തുടങ്ങിയിട്ടുള്ള മറ്റുള്ളവരൊക്കെ അതാ പറഞ്ഞത്, നമ്മൾ തുടങ്ങിയിട്ട് ഒരു 4-5 കൊല്ലമായിട്ടല്ലേ ഉള്ളൂ. നീ ധൈര്യമായിട്ടിരിക്കും, ഇനിയും ടൈമുണ്ട്. ആയിക്കോട്ടെ. എന്താണ് അങ്ങോട്ട് സുഖിച്ചില്ലാന്ന് തോന്നുന്നു ഞാൻ പറഞ്ഞത്? രസിച്ചിട്ടില്ലേ? രസിച്ചിട്ടില്ല. അനക്കല്ലെങ്കിൽ എന്താണോ രസിക്കുന്നത്? എന്നെ രസിച്ചിട്ടുണ്ടോ? ഏകദേശമൊക്കെ എന്തോ വർത്താനാടോ ഈ പറയണേ? എന്നെ കൊണ്ടുപോകാത്തോണ്ടല്ലേ ഞാൻ പറഞ്ഞ. അനക്കെന്നെ വേണ്ടല്ലേ ഇപ്പോ ശരിക്കും? എനിക്ക് വേണമെന്നൊക്കെ ഉണ്ട്. എൻ്റെ ആവശ്യം നടക്കാൻ എന്നെ വേണം, അതല്ലേ വേണമെന്ന് വെച്ചത്? അല്ല, പിന്നെ എനിക്ക് എല്ലാത്തിനും വേണം. എല്ലാത്തിനും? നിങ്ങളെ വേണം. പിന്നെ ആരെ വേണം? പിന്നെ ആരെയും വേണ്ട. ഓ ഷോ, അങ്ങനെയൊന്നും പറഞ്ഞില്ലേ. അത് ഭയങ്കര സങ്കടം ഉണ്ടാക്കും. ശരിക്കും എല്ലാരും വേണം, എല്ലാരുമായിട്ടും ഉണ്ടാകണം. അങ്ങനെയല്ലേ? ഓയ്, നിങ്ങൾ വന്നിട്ട് ഞാൻ പറഞ്ഞ സ്ഥലത്തൊക്കെ പോവാട്ടോ. പറഞ്ഞ സ്ഥലത്തൊക്കെ പോകാമല്ലോ. ഇപ്പൊ ആരെങ്കിലും പോയിട്ടുണ്ടാവുമല്ലോ, അപ്പൊ അതിൽ കയറി പിടിച്ചിട്ടുണ്ടാവും. അത് തന്നെ. അത് കാണുമ്പോ മനസ്സിലൊരാഗ്രഹം ഉണ്ടാവും, അത് സ്വാഭാവികം. സ്വാഭാവികമായിട്ടുണ്ടാവുന്നതിന് ഇനിയിപ്പോ കുഴപ്പമൊന്നുമില്ല. നടത്തി തരാന്ന് വെച്ചാല് വലിയ ഉപകാരമായി. അതെല്ലാവർക്കും ഉപകാരമല്ലേ വാച്ചി? ഭയങ്കര സന്തോഷല്ലേ? ഷോ, അതുകൊണ്ടല്ലേ ഞാൻ പറഞ്ഞത്. അത് പറഞ്ഞറിയിക്കാൻ പറ്റുമോ അതിന്റെ സന്തോഷമൊക്കെ? മനസ്സിൽ അടക്കി പിടിക്കുന്ന ആഗ്രഹങ്ങളല്ലേ? എന്തെല്ലാം ആഗ്രഹങ്ങളാണോ നമ്മള് മനസ്സിൽ? നമുക്ക് സ്വന്തമായിട്ട് ചെയ്യാന്നേ ഉള്ളൂ. സ്വന്തമായിട്ട് ചെയ്യാനൊന്നും പറ്റത്തില്ല. നിങ്ങൾ വേണ്ടേ? ഞാൻ വേണോന്ന് നിർബന്ധമുണ്ടോ എനക്ക്? പിന്നെ ഞാൻ ഒറ്റക്ക് പോയിട്ട് വരെ നല്ല കഥായി പോയി. അത് സാരമില്ല, ഈ ഒറ്റക്ക് ധൈര്യമായിട്ട് പൊക്കോ, ഞാൻ കൂടെ ഉണ്ടെന്ന് വിചാരിച്ചു പൊക്കോ. എന്ന് വെച്ചാലേ ഞാൻ എന്റെ വീട്ടിൽ പോവാ, നിങ്ങൾ വന്നാലേ ഞാൻ ഉണ്ടെന്നു വിചാരിച്ചാടാ. എന്റെ പ്രസന്റ് ഇല്ലാതെ എന്താടോ? അതുപോലെ തന്നെ എനിക്കും. എന്റെ പ്രസൻസ് ഇല്ലെങ്കിലേ ഭയങ്കര ബോറടിയാവും. വയ്യ, എൻ്റെ വീട്ടിൽ പോയാൽ എനിക്ക് ബോറടിക്കുമല്ലേ? അപ്പം അത് എനിക്ക് പറ്റൂലല്ലോ. അതുകൊണ്ടല്ലേ പോകണ്ടെന്ന് പറയുന്നത്. ആയിക്കോട്ടെ സാറേ, എപ്പോഴെങ്കിലും നമ്മൾ ആഗ്രഹം ഒന്ന് സാധിച്ചെന്നാ മതി. ഒക്കെ ശരിയാവൂടോ, സമയമുണ്ടല്ലോ. അതാ പറഞ്ഞത്, സമയമുണ്ടല്ലോ. 4 വർഷമല്ലേ ആയിട്ടുള്ളൂ തുടങ്ങിയിട്ട്. ഇനിയും പോട്ടെ മുമ്പിലോട്ട്. ഇനിയും പോട്ടെ. വീണ്ടും ഒരു 10 വർഷം കഴിഞ്ഞാൽ പറയും 10 വർഷമല്ലേ ആയിട്ടുള്ളൂ, ഇനിയും പോട്ടെ. ഭയങ്കര ബുദ്ധിയാ കൊച്ചി കടലിക്ക്. എല്ലാം മനസ്സിലാക്കിയല്ലേ? പിന്നെ നിങ്ങളല്ലേ? ഞാനും അല്ല, നീ തന്നെയാ. അതല്ല, നിങ്ങളല്ല ആള്. ഞാൻ തന്നെയല്ല, പിന്നെ വേറെ ആരെങ്കിലും ഉണ്ടാവും? ഇതുവരെയായിട്ട് ഇങ്ങനെ കാര്യം കിട്ടിയില്ല ആർക്കും. വേണ്ട.